ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന മൃണാൾ വ്ളോഗ്സിനെ കുറിച്ചാണ്. അതായത് ഹംഗ്രി മൃണാൾ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് എടപ്പള്ളി പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്യുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കോൺട്രവേഴ്സി ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മൃണാൾ ഇതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ്റെ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ അധികമായിട്ട് കച്ചവടം ഇല്ല, അത് ഏകദേശം ഫ്ലോപ്പ് ആവുന്ന രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ അല്ല, ആക്ച്വലി ലൈവ് സ്ട്രീം ആയിരുന്നു. എന്തായാലും അതിനകത്ത് കുറച്ച് ക്ലിപ്സ് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം ഫസ്റ്റ്. ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് പറ്റിയ മണ്ടത്തരം എന്താണെന്ന് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ അത് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ടവർ ഒരു സാധാരണ കുടുംബത്തിൻ്റെ പല പല വർഷങ്ങളുടെ 10-20 വർഷത്തിൻ്റെ വരുമാനം ചിലവാക്കിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മാത്രം ഉണ്ടാക്കിയത്. ഫ്രഷ് വാട്ടറും വേസ്റ്റ് വാട്ടറും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിലവാക്കിയത് അത്രയധികം പൈസയാണ്. ഇതൊക്കെ എനിക്ക് പറ്റിയ തെറ്റാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എടപ്പള്ളി പോലത്തെ ഒരു സ്ഥലത്ത് അത്രയധികം പൈസ ചിലവാക്കി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കിയത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അടച്ചിടണമായിരുന്നു കിച്ചൺ. ഒരിക്കലും അത് തുറന്നിടാൻ പാടില്ലായിരുന്നു. അവിടെ നടക്കുന്നത് എന്താണെന്ന് പുറത്ത് കാണാൻ പാടില്ലായിരുന്നു. ചെയ്യുന്നത് മൃണാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അതായത് പുള്ളിക്കാരൻ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് പൊല്യൂഷൻ്റെ ആ ഒരു ഇത് കിട്ടാനായിട്ട് കുറേ അധികം പൈസ മുടക്കിയിട്ടുണ്ടെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഈ എടപ്പള്ളി ഭാഗത്ത് മൃണാളിൻ്റെ ഹോട്ടൽ മാത്രമല്ല, അവിടെ പരിസരത്ത് കിടക്കുന്ന എല്ലാ ഹോട്ടൽസിനും ഈ പൊല്യൂഷൻ്റെ ഈ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ആവശ്യമുണ്ട്. അതായത് മൃണാൾ ചെയ്ത എല്ലാ പ്രോസസ്സും ബാക്കിയുള്ള ഹോട്ടലുകാർക്കും അവിടെ ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. അതായത് മൃണാളിന് മാത്രമായി സ്പെഷ്യൽ റൂള് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഉണ്ടാക്കിയിട്ടില്ല. അതായത് എല്ലാ ഹോട്ടലുകാർക്കും ഒരു ബേസിക് ആയിട്ടുള്ള റൂൾ ഉണ്ട്. ഹൈജീൻ മറ്റേ ഈ ഫുഡ് ഇതേപോലത്തെ ഹോട്ടൽസ് ഇടുന്ന സമയത്ത് അതിൻ്റെ പൊല്യൂഷൻ കൺട്രോളിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അപ്രൂവൽ ആയാൽ മാത്രമേ അവിടെ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് എല്ലാ ഹോട്ടലുകാർക്കും ഉള്ള സാധനമാണോ, മൃണാളിന് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. പുള്ളിക്കാരൻ അത് പൈസ മുടക്കി എന്ന് പറയുന്നു. അതെന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല. ഉപയോഗിക്കാൻ ശ്രമിച്ചത്, ക്വാളിറ്റിയുള്ള ഭക്ഷണം വിലക്കുറവിൽ കൊടുക്കാൻ ശ്രമിച്ചത്, ഇതൊക്കെ ഭയങ്കര തെറ്റായിപ്പോയി. ഞാനത് ശരിക്കും റിയലൈസ് ചെയ്യുന്നു. മേ ബി ഇപ്പം ഹംഗ്രി മൃണാളിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ഞാനാണ്. അത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്ററോട് ഞാൻ കുറച്ച് നേരത്തെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് പറയാ, മൃണാളെ നീ മണ്ടനാടാ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ താനിത് കണ്ടുകൊണ്ട് നിന്ന ആളല്ലേ. അപ്പോൾ അയാൾ പറഞ്ഞു, ശരിയാ ഞാനും മണ്ടനാ, നീ പറഞ്ഞ ഞാൻ വിശ്വസിച്ചു. ശരിയല്ലേ? എന്തിനാ ഇത് ചെയ്ത്? എന്തിനാ ഇത്രയധികം ലക്ഷം രൂപ ചിലവാക്കിയിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ NOC മേടിച്ച് റെസ്റ്റോറൻറ്റിന്? ആരാ മേടിക്കുന്നുള്ളത്? യെസ്, ഇതാണ് സംഭവിച്ചത്. മൃണാൾ ഒരു മണ്ടരാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് മൃണാൾ ഈ ഒരു കോൺസെപ്റ്റ് തുടങ്ങിയത് തന്നെ, ഈ ഹംഗ്രി മൃണാൾ എന്ന് പറഞ്ഞ ഈ ഹോട്ടൽ എടപ്പള്ളി തുടങ്ങിയത് തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. എന്നിട്ട് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട്, അതായത് അത്യാവശ്യം ഹൈ ആയിട്ടാണ് പ്രൈസ് നിൽക്കുന്നത്, പോലെ തന്നെ ക്വാണ്ടിറ്റിയും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സാധാരണക്കാരൻ എങ്ങനെ ഒന്ന് കഴിയും? അതായത് പുള്ളിക്കാരന് ഒരു കോൺസെപ്റ്റ് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാത്തൊരു കോൺസെപ്റ്റാണ്. പുള്ളിക്കാരൻ അവിടെ കാറ് പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പുള്ളിക്കാരൻ അത് എന്ത് ചെയ്താലും കാറ് പാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ബൈക്കാർക്ക് പോകാം. അതായത് ഒരു ഇത് ഇങ്ങ് ഇട്ട് കൊടുക്കുക നാട്ടുകാർക്ക്. അതായത് ഇത് സാധാരണ ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു റെസ്റ്റോറൻ്റാണ്, സാധാരണപ്പെട്ടവർ മാത്രം ഇവിടെ ഒന്ന് കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ ഇത് ഇട്ട് കൊടുക്കായിരുന്നു. അതിനുവേണ്ടി ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, അതായത് പണ്ട് നമ്മുടെ ടാറ്റക്കാർ ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട്, നാനോ എന്ന് പറഞ്ഞാൽ. ടാറ്റക്കാർ ആ ചെയ്തതിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പസ്റ്റ് കാർ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിംഗ് അങ്ങ് കൊടുത്തു. അതായത് ആ വണ്ടി നാനോ എന്ന് പറഞ്ഞ വണ്ടി 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടുമായിരുന്നു പണ്ട് ഇറങ്ങിയ സമയത്ത്. അപ്പോൾ അത് സമയത്ത് വണ്ടി ആക്ച്വലി നല്ല വണ്ടിയൊക്കെ, 1 ലക്ഷം രൂപയ്ക്ക് വണ്ടി നല്ല വണ്ടി. പക്ഷേ അവർ മാർക്കറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പസ്റ്റ് കാർ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ലേബിലാണ് മാർക്കറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വണ്ടി മേടിച്ചിട്ട് പുറത്തോട്ട് തന്നെ ഇറങ്ങുന്ന സമയത്ത് ഇത് ഭയങ്കര ചീപ്പസ്റ്റ് കാറാണ്, അത് ഏറ്റവും കുറഞ്ഞത്, അതായത് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും ചീപ്പസ്റ്റ് കാർ, ആ ഒരു ലേബൽ ആൾക്കാർക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് അതൊരു മൈൻഡ് സെറ്റ് അങ്ങ് മാറിപ്പോയി. ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നത്. അതായത് കഴിവില്ലാത്തവൻ, അതായത് തീരെ പാവപ്പെട്ടവൻ, ഒരു ഗതിയും പഴഗതിയും ഇല്ലാത്തവൻ മാത്രം ഈ റെസ്റ്റോറൻറ്റിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞൊരു ലേബലാണ് മൃണാൾ ഇന്നത്തെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബിരിയാണിക്ക് 150 രൂപയ്ക്ക് ഒരു ബിരിയാണി വെച്ചാൽ ആ ബിരിയാണിയുടെ ആഡ് ഓൺസ് ആയിട്ട് ഇപ്പോൾ സലാഡ് ആയിക്കോട്ടെ, പപ്പടം ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ അഡീഷണൽ മേടിക്കണം. അതായത് നമ്മൾ സാധാരണ ഒരു 150-120 രൂപയ്ക്ക് ബിരിയാണി മേടിച്ചാൽ പോലും അതിൻ്റെ അകത്ത് ഫ്രീ അച്ചാർ, ഫ്രീ പപ്പടം, ഫ്രീ മറ്റേ ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്തിനാ മൃണാളുടെ റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്ത നാട്ടുകാർ ചിന്തിക്കത്തുള്ളൂ. ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്യാതെ ഞാനൊരു സാധാരണ രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരുന്നെങ്കിൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കലക്കി
ഒരു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നെങ്കിൽ ആർക്കും എന്നെ പറ്റി ഒരു പരാതി ഉണ്ടാവില്ലായിരുന്നു. ഉണ്ടാവുമായിരുന്നു? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്താ ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ടുള്ള പരാതികൾ നിങ്ങൾ നോക്കൂ. ആ പരാതികളെല്ലാം ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണം ന്യായ വിലക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. പുള്ളിക്കാരൻ അത് പറയുന്നുണ്ട്, പുള്ളിക്കാരൻ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആണ് ചൂസ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാതെ പുള്ളിക്കാരൻ 30 രൂപയുടെ എന്തോ ഊണെന്തോ 35 രൂപയ്ക്ക് എന്തോ ഊണെന്തോ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്രയും ഹൈ ക്വാളിറ്റി സാധനങ്ങളാണെങ്കിൽ എങ്ങനെയാണ് പുള്ളിക്കാരൻ 35 രൂപയ്ക്ക് ഊണ് ലാഭമായിട്ട് പോകുന്നത്? അതായത് പുള്ളിക്കാരൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ ഇതേപോലെ ലാഭം ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ടൈപ്പ് കോൺസെപ്റ്റാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനത്തെ ഒരു കാര്യം, അതായത് ചാരിറ്റി അല്ലല്ലോ പുള്ളി ഉദ്ദേശിക്കുന്നത്. ഒരു ഹോട്ടൽ തുടങ്ങുന്നത് നമ്മൾ ചാരിറ്റി വേണ്ടില്ല, പുള്ളിക്ക് അതിനകത്ത് ലാഭം വേണം, നല്ല പണിക്കാർക്കും മറ്റേതിനും പൈസ കൊടുക്കാൻ പറ്റത്തുള്ളൂ. AC റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളി കോംപ്രമൈസ് വരുത്തിയിട്ട് നമുക്ക് എങ്ങനെ അറിയാം? നമുക്ക് കിച്ചണിൽ കയറി നോക്കാൻ പറ്റും പുള്ളി ഈ വഴിയല്ലോ യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇതൊന്നും പറയുന്നില്ല, ഇയാളുടെ ഗൂഗിൾ റിവ്യൂ ഒന്ന് നോക്കുക. ഏകദേശം 2.6 എങ്ങാണ്ടേ ഉള്ളൂ ഗൂഗിൾ റിവ്യൂ. അത് ഏകദേശം 1000 സംതിങ് ആൾക്കാർ ഇതിനകത്ത് മറ്റേ ഇത് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർ ഇതിനകത്ത് നെഗറ്റീവ് കൊടുത്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ്റെ റെസ്റ്റോറൻറ്റ് ഈ റിവ്യൂ ഭയങ്കര മോശമായി കിടക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ച ആൾക്കാരുടെ അപ്പോൾ അഭിപ്രായമോ? അതായത് നിങ്ങൾ ഇത്രയും ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് യൂസ് ചെയ്യുമെങ്കിൽ എന്തുകൊണ്ട് ആ റേറ്റിംഗ് കൂടുന്നില്ല? പുള്ളിക്കാരൻ്റെ ഫുഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡ് മോശമല്ല, ഫുഡ് കുഴപ്പമില്ല, പക്ഷേ ഈ പ്രൈസിനുള്ള ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. അതായത് പുള്ളിക്കാരനെ ക്രിട്ടിസൈസ്, അതായത് പുള്ളിക്കാരൻ ഭയങ്കര ഹൈജീൻ നോക്കുന്ന ആളാണ്. പുള്ളിക്കാരൻ്റെ റെസ്റ്റോറൻറ്റ് പിന്നെ തുടങ്ങിയപ്പോൾ തന്നെ കേട്ടൊരു ഇതായിരുന്നു, കോൺട്രവേഴ്സി ആയിരുന്നു ഈച്ച കയറുന്നത്. അത് ചർണം പിന്നെ ഈച്ചയായിരുന്നു പുള്ളിക്കാരൻ്റെ ഹോട്ടലിൽ. അപ്പോൾ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഫുഡ്സ് ആയതുകൊണ്ട് ഫ്രഷ് ഫുഡ്സിൽ ഇരിക്കാൻ ഈച്ച വരും എന്നാണ് പുള്ളി പറഞ്ഞത്. ഞങ്ങളിപ്പോൾ 39 രൂപയ്ക്ക് ചോറ് കൊടുക്കുന്നു. ചോറും സാമ്പാറോ ഒഴിച്ചുകറി എന്താണെന്ന് വെച്ചാൽ അത് കൂട്ട്, തോരൻ, അച്ചാറ്, പപ്പടം എല്ലാം അൺലിമിറ്റഡ് ആയിട്ട്, ചോറും കറികളും എല്ലാം അൺലിമിറ്റഡ് ആയിട്ടുള്ള മീൽസ് 39 രൂപയ്ക്ക് കൊടുക്കുന്നു. അപ്പം ഞാൻ ഇത്രേ ആലോചിച്ചുള്ളൂ, പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ്. അതിവിടെ കാനഡയിലായാലും അതെ, നാട്ടിലായാലും അതെ. ഈ വെള്ളപ്പൊക്കവും ഒക്കെ അതിൻ്റെ മോളിൽ കൂടിയിട്ടാണ്. അതായത് ഗതികെട്ടോ മുട്ടയടിച്ചപ്പോൾ കല്ലുമഴ എന്ന് പറയുന്ന പോലെയാണ് ഇതൊക്കെ വരുന്നത്. നാട്ടുകാർ അവർ പൈസ ഇല്ലാതെ ഞാനടക്കം നിങ്ങളടക്കം ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടമാണ്. ആ 39 രൂപയ്ക്ക് ചോറ് കൊടുക്കുന്നതിനെതിരെയുള്ള പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 39 രൂപയുടെ ചോറ്. ഇതേ മൃണാളാണ് കുറച്ച് നാൾക്ക് മുന്നേ, അതായത് മറ്റേ ചായ കപ്പിൾ എന്ന് പറഞ്ഞൊരു കപ്പിൾസ് ഉണ്ടായിരുന്നു. അവർ ഈ ബൺമസ്ക എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്ന സമയത്ത് മൃണാൾ അത് ഭയങ്കരമായിട്ട് ക്ലിക്കായിരുന്നു. ഇവരുടെ ഈ ബൺമസ്ക കഴിക്കാനായിട്ട് ഭയങ്കര ഇടിയായിരുന്നു. ആ സമയത്ത് മൃണാൾ പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, അതായത് ഇവർക്ക് ഇത്രയും രൂപയ്ക്ക് ഈ ബൺമസ്ക കൊടുക്കാമെങ്കിൽ ഇവർ യൂസ് ചെയ്യുന്ന ഈ ക്രീംസൊക്കെ ഭയങ്കര ലോ ക്വാളിറ്റി ക്രീംസാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതിൽ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ചായ കപ്പിൾ പറഞ്ഞു ഞങ്ങൾ അമൂലിൻ്റെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അമൂലിൻ്റെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു അമൂലിൽ എങ്ങനെ ഇത്രയും രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന രീതിയിൽ ഒരു പുള്ളിക്കാരൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൃണാളിന് അങ്ങനെയൊക്കെ ചിന്തിക്കുക. ആ ചായ കപ്പിൾസിൻ്റെ കേസ് വന്നപ്പോഴത്തേക്കും മൃണാൾ അങ്ങനെയൊക്കെ ചിന്തിച്ചെടുത്തു. അമൂൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അമൂൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇത്രയും രൂപയ്ക്ക് ബട്ടർ എടുക്കാൻ പറ്റുന്നതൊക്കെ മൃണാളെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ മൃണാൾ ചിന്തിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ചിന്തിച്ചുകൂടെ, അത് ഇത്രയും ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് മൃണാൾ യൂസ് ചെയ്യുന്നത്. അത്രയും ഹൈ ക്വാളിറ്റി യൂസ് ചെയ്യുന്ന സാധനം മൃണാൾ വെറും 39 രൂപയ്ക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ വില നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മൃണാൾ 39 രൂപയ്ക്ക് അരി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയം തോന്നത്തില്ലേ? അതായത് ഇതിൻ്റെ ക്വാളിറ്റിയിൽ ചെറിയ സംശയം തോന്നത്തില്ലേ? അത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പേരിനങ്ങ് പറയുക ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതായത് ഇപ്പോൾ ഈ ഫുഡിന് ടേസ്റ്റ് നല്ലതായിരുന്നെങ്കിൽ ഈ ഗൂഗിൾ റേറ്റിങ്ങിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ കയറിയേനെ. പക്ഷെ ഇത് കയറുന്നില്ല. പക്ഷേ ഇവരുടെ നിന്ന് സ്ഥിരം കഴിക്കുന്ന ഒരു കസ്റ്റമറിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങൾ എത്ര നല്ല ഫുഡ് കൊടുത്താലും ആള് കയറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നാട്ടുകാർക്ക് നല്ല ബുദ്ധിയാണ്. ഇപ്പോഴുള്ള ആൾക്കാർക്ക് ബുദ്ധിയുണ്ട്. അവർ നല്ല ഭക്ഷണം മാത്രമല്ല നോക്കുന്നത്, പറ്റിക്കപ്പെടാതെ ഭക്ഷണം കഴിക്കണമെന്നും ആഗ്രഹമുണ്ട് അവർക്ക്. അപ്പോൾ നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഞാൻ എപ്പോൾ കഴിച്ചിട്ടുണ്ടോ എനിക്കപ്പോൾ സംഭവം ഫുഡ് ഒരു പരിധിവരെ ഓക്കെയാണ്, പക്ഷേ ക്വാണ്ടിറ്റി വൈസ് അല്ലെങ്കിൽ അളവ് വളരെ കുറവാണ്. അതിൽ ഞാൻ പറ്റിക്കപ്പെടുകയാണെന്ന് ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കുറയാൻ കാരണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവിടെ വന്നിട്ടുണ്ടായിരുന്നു, വളരെ കുറവാണ് നിങ്ങളുടെ സെയിൽ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഈ ഉടായ്പ് സ്ട്രാറ്റജികൾ, മൃണാളിനോടാണ് നിങ്ങൾ ഈ ഉടായ്പ് സ്ട്രാറ്റജികളൊക്കെ ഒഴിവാക്കിയിട്ട് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാം. ഒരു റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റ് അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി നിങ്ങൾ കൊടുക്കുക. ഓപ്പണായിട്ട് കാര്യം പറയാം, കസ്റ്റമേഴ്സ് കുറവാണ്, സാധനങ്ങൾ ബാക്കി വരുന്നുണ്ട് എന്നുള്ളത് പറയുക. അല്ലാതെ സത്യത്തെ മറച്ചുകൊണ്ട് നിങ്ങളെ ഈഗോ കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ
നിങ്ങളൊരു ഷോ ഓഫ് കാണിച്ചത് കൊണ്ടോ നിങ്ങളുടെ ഹോട്ടലിലേക്ക് ആരും വരാൻ പോകുന്നില്ല. ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാം, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഈ ഉയർന്ന ചിന്താഗതി വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ കൗണ്ടർ ഉണ്ടല്ലോ, ഈ ഫുഡിന്റെ കൗണ്ടർ, ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാതെ ഏറ്റവും ബെസ്റ്റ് പരിപാടി നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഫുഡ് കൗണ്ടർ, പാർസൽ കൗണ്ടർ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങേണ്ടതായിരുന്നു നിങ്ങൾക്ക് നല്ലത്. കാരണം നിങ്ങളുടെ ഉയർന്ന ചിന്താഗതിക്ക് അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. റേറ്റ് കുറവിൽ നിങ്ങൾ ഉദ്ദേശിച്ച നല്ല ഭക്ഷണം എല്ലാവരെയും തീറ്റിക്കാം. പക്ഷേ ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റി പണിതിട്ടിട്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും നമ്മൾ കൊടുക്കുന്ന പൈസ ഭക്ഷണത്തിന്റെ പൈസ അല്ല എന്നുള്ളത് നമുക്ക് അവിടെ കയറി ബില്ല് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ പുള്ളിക്കാരൻ പറഞ്ഞൊരു പോയിന്റ് അല്ലേ, അതായത് ശരിക്കും പറഞ്ഞാൽ മൃണാളിന് എനിക്ക് തോന്നുന്നു ഏറ്റവും പറ്റിയൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കൗണ്ടറാണ്. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട്, അതായത് ഒന്നും ഫുഡ് കൗണ്ടർ ആയിരുന്നെങ്കിൽ മൃണാൾ ഇത്രയും ചിലവ് വരത്തില്ല. മൃണാളിന് കിച്ചണ് നല്ല രീതിയിൽ മറ്റേ ആ AC ഇതും മറ്റേ ഈ റെസ്റ്റോറൻറ്റ് ഇതൊക്കെ ലാഭിക്കായിരുന്നു. പുള്ളിക്കാരൻ ഇതേപോലെ ഡൈനിങ് ചെയ്യുന്നപ്പോൾ സൊമാറ്റോ ഓൺലൈൻ ഓർഡേഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ പുള്ളിക്കാരൻ തന്നെ 2-3 ബൈക്സ് വെച്ചിട്ട് ഡെലിവറി കൊടുക്കുക, ഹോം ഡെലിവറി കൊടുക്കുക. ആ ഒരു കോൺസെപ്റ്റിന് ഇതൊരു നല്ല ഇതാണ്. അതായത് അച്ചാർ പപ്പടം ഇതൊക്കെ എക്സ്ട്രാ വെക്കണം, ഓക്കെ സമ്മതിച്ചു. അതേ സമയത്ത് ഒരു സാധാരണക്കാരൻ, ഈ പുള്ളിക്കാരൻ മെയിനായിട്ട് ഈ ഹോട്ടൽ അതാണ് മെയിൻ ഹൈലൈറ്റ്. സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞാൽ തുടങ്ങിയൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ സാധാരണക്കാരൻ കഴിക്കാൻ വരുമ്പോൾ 150 രൂപയുടെ ഒരു ബിരിയാണി കഴിക്കാൻ വരുമ്പോൾ അതിനകത്ത് ക്വാണ്ടിറ്റി ഇല്ല എന്ന് കാണുമ്പോഴത്തേക്കും അപ്പുറത്തെ കടയിൽ 120 രൂപയുടെ ബിരിയാണിക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഈ 120 ബിരിയാണി കഴിക്കാനല്ലേ ആൾക്കാർ പോകത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഈ വേണ്ടാത്ത കോൺസെപ്റ്റൊക്കെ കുത്തി തിരികെ കയറ്റിയിട്ട്, അതായത് ഈ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, വണ്ടി ഓക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലെങ്കിൽ ഓക്കെ നമുക്ക് പറയുന്നതിൽ മനസ്സിലാവുന്നുണ്ട്. ഇത് ആ വണ്ടി പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലം അവിടെ ഉണ്ട്, എന്നിട്ട് പോലും വണ്ടി പാർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ബൈക്കുകാർ മാത്രം വന്നാൽ മതി. കാറ് നിങ്ങൾക്ക് വരണം നിർബന്ധം ഉണ്ടെങ്കിൽ ആ മെയിൻ റോഡ് എടപ്പള്ളിയിൽ മറ്റേ ആ സൈഡിൽ കൊണ്ട് നിർത്തുക, അതിന് ശേഷം നടന്നു വരിക. പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ 4 പേര് അടങ്ങുന്ന ഒരു ഫാമിലിക്ക് ബൈക്കിൽ വരുന്നതിനൊക്കെ അത് സൗകര്യം കാറിൽ ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ കാറുണ്ട്. ഓൾമോസ്റ്റ് മിക്ക ഒരാളും ചെറിയ കാറെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വലിയ ഉപകാരമായിരിക്കും ആ റോട്ടിൽ വണ്ടി ഇട്ടിട്ട് നടന്നു വരാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺവീനിയൻസും കൂടെ ആ ഹോട്ടലിലുണ്ട്. നമസ്കാരം. മായമില്ലാത്ത ഭക്ഷണം ന്യായവിലയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇത്ര വലിയ തെറ്റാന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു ഫേമസ് ഇൻഫ്ലുവൻസർ, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആള് പറഞ്ഞത് ഭക്ഷണം വളരെ നല്ലതാണ്, പക്ഷെ മൃണാള് മിണ്ടരുതെന്നാണ്. ഇത്ര നല്ല ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനം നടത്തുന്ന ആൾക്ക് മിണ്ടാൻ അവകാശമില്ലേ? ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ അയാൾക്ക് സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്? അത് തടയുന്ന രീതിയിൽ സംസാരിക്കുന്ന ആള് ഇൻഫ്ലുവൻസറോ? മിണ്ടാതെ നിശബ്ദനായിരിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഇയാളെ ഫോളോ ചെയ്യുന്നവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾക്ക് ഞാനീ പറയുന്ന മനസ്സിലാവും, പക്ഷെ മുട്ട പോലും അജിനമോട്ടോയിൽ മുക്കിയിട്ടല്ലാതെ തിന്നാൻ പറ്റാത്തവർക്ക് വിശപ്പ് എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇവരൊക്കെ റിവ്യൂ ചെയ്യുന്നത് അവരവരുടെ അരി വാങ്ങിക്കാനാണ്. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീക്രട്ട് ഏജന്റിനെ കുറിച്ചാണ്. സീക്രട്ട് ഏജന്റ് പുള്ളിക്കാരനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ തൂക്കി അടിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിക്കാരൻ ബേസിക്കലി പുള്ളിക്കാരൻ്റെ ഈ റെസ്റ്റോറൻറ്റ് ചെറുതായിട്ട് ഫ്ലോപ്പ് ആയി തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ മറ്റേ ഈ ചാരിറ്റി എന്ന് പറഞ്ഞ പേരിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. പക്ഷേ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്ക്രിപ്റ്റാണ്. അതായത് പുള്ളിക്കാരൻ ഇതേപോലെ റോഡ് സൈഡിൽ ഒരാൾ നിൽക്കുന്നു, ക്യാമറ ഫേസ് ചെയ്യുന്ന ആംഗിളിൽ തന്നെ നോക്കിയിട്ട് പുള്ളിക്കാരൻ്റെ ഫേസ് കാണുന്ന രീതിയിൽ തന്നെ പോയിട്ട് ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കുറേ കലാപരിപാടി പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ്റെ റെസ്റ്റോറൻറ്റ് ഒന്ന് അപ്പാക്കാനായിട്ട്. പിന്നെ ഇന്നത്തെ ബേസിക്കലി ഈ വീഡിയോയിൽ പുള്ളിക്കാരൻ ഇന്നിട്ട വീഡിയോ ആണ്. പുള്ളിക്കാരൻ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ റെസ്റ്റോറൻറ്റ് ഒന്നും പൂട്ടിയിട്ടൊന്നുമില്ല, പിന്നെ ഇത് വീണ്ടും ഞാൻ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ, അത് ഞാൻ ഇനിയും ബ്രാഞ്ചസ് ഒക്കെ തുടങ്ങും, ഇനിയും സജീവമാവുന്നൊക്കെ രീതിയിലാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഒരു സർവീസ് കൊടുക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണ്ട ആ സർവീസിന് അടുത്ത ഇതിലോട്ട് പോകാനായിട്ട്. അത് നിങ്ങൾ കൊടുക്കുന്ന സർവീസ് നാട്ടുകാർക്ക് യാതൊരു പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ ആ സർവീസിന് കൊണ്ട് വല്ല കാര്യമുണ്ടോ? അത് നിങ്ങൾ കൊടുക്കുന്ന സർവീസിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ആ മിസ്റ്റേക്ക് എങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ആദ്യം നോക്കുക, അതിന് ശേഷം ബാക്കിയുള്ള കാര്യം ചിന്തിക്കുക. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് ഇതേപോലത്തെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.